بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ ദിവസവും ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെറിയ അമലുകളെന്ന് കരുതുന്ന പല അമലുകൾക്കും വലിയ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. നമ്മളൊക്കെ 5 വക്ത് ഫർള് നിസ്കാരവും മുടങ്ങാതെ നിർവഹിക്കുന്നവരാണ്. നമ്മളിലേറെ പേരും സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്നവരുമാണ്. സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ വളരെ ശ്രേഷ്ഠമുള്ള ഒരു അമലാണ്. അതുപോലെ അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിനും ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് അല്പം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ സുന്നത്താൻ. പണ്ടുള്ള ആളുകളൊക്കെ അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നതൊക്കെ കുറഞ്ഞു വരികയാണ്. അതിന് വലിയ പുണ്യം ലഭിക്കുന്ന ഒരു അമലാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ സ്വല്ല അഹദുക്കും അർറകഅത്തൈനി ഖബ്ല സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഫല്യൽതജി അലാ ജംബിഹിൽ അയ്മൻ, അവൻ വലതേ ഭാഗത്തിൻ്റെ മേൽ അല്പം കടന്നുകൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ തൻ്റെ ഈ ആനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നാം ഖബറിനെയാണ് ഓർക്കേണ്ടത്. ആരോരുമില്ലാത്ത ഖബറിൽ ഒറ്റക്കൊരു നാൾ നാം പോകേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത ആ കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരണം. കിടക്കുന്ന സമയത്ത് 4 ദുആകൾ ചൊല്ലാൻ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ദുആ പ്രവാചകർ പഠിപ്പിച്ചു തന്നതാണ്. ഏതൊക്കെയാണ് ആ ദുആ? ഒന്നാമത്തത്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്റാഫീല വ അസ്റായീല വ ഹമലത്തിൽ അർശ് വ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ർനി മിനന്നാർ എന്ന് പറയുന്ന ഒരു ദിക്ർ 3 പ്രാവശ്യവും, അതേപോലെ തന്നെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യവും, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന എന്നുള്ളത് 7 പ്രാവശ്യവും, അൽ മൗത്ത് അൽ മൗത്ത് അല്ലാഹുമ്മ കമാ ഹകംത അലയ്യ ബിൽ മൗത്തി അൻ തക്ഫിയനി ശർറ സക്കറാത്തിൽ മൗത്ത് എന്ന് പറയുന്ന ഈ ഒരു ദുആ 1 പ്രാവശ്യവുമായിട്ട് നമ്മൾ ആ കിടക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ സുബ്ഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ദിക്ർ 40 വട്ടം ചൊല്ലിയാൽ നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകുന്നതാണ്. അതേപോലെ പല മഹാന്മാർക്കും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുത്ത ഒരു ദിക്ർ കൂടിയാണത്. ഏതാണത്? യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത് എന്ന് പറയുന്ന ഈ ദിക്ർ 40 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക്കിൽ ബറക്കത്ത് നൽകുന്നതാണ്. ഇത് സയ്യിദ് ബക്കരി തങ്ങൾ തൻ്റെ കിതാബിലൂടെ വിവരിക്കുന്നുണ്ട്. മഹാനായ തുർമുദിൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാൻ, റഅയ്തുല്ലാഹ ഫിൽ മനാമി മിററ, പലതവണകളിലായിട്ട് ഞാൻ അള്ളാഹുവിനെ സ്വപ്നം കണ്ടു. ഫഖുൽതു ലഹു, ആ സമയത്ത് അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, യാ റബ്ബ്, ഓ റബ്ബേ, ഇന്നി അഖാഫു സവാലൽ ഈമാൻ, അള്ളാഹുവെ, ഞാൻ ഈമാൻ നീങ്ങിപ്പോകുമെന്ന് എനിക്ക് പേടിയാകുന്നു. അതിനെന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫഅമറനി ബിഹാദ ദുആഇ ബൈന സുന്നത്തി സുബ്ഹി വൽ ഫരീളത്തി 41 മറ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് സുബ്ഹിയുടെ സുന്നത്തിൻ്റെയും അതേപോലെ തന്നെ സുബ്ഹി നിസ്കാരത്തിൻ്റെയും ഇടയിൽ ഇനി പറയാൻ പോകുന്ന ഒരു ദിക്ർ 41 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നിൻ്റെ ഈമാൻ തെറിച്ചു പോകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ തുർമുദി ഇമാമിനോട് പറയുകയാണ്. ഏതാണ് ആ ദുആ? യാ ഹയ്യു യാ ഖയ്യൂം യാ ബദീഅ സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം
യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത് അസ്അലുക അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫതിക് യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് യാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ നമ്മൾ 41 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈമാനിനൊരു കോട്ടവും തട്ടുകയില്ല എന്നും ഈമാൻ നഷ്ടപ്പെടുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ തുർമുദി ഇമാമിനോട് പറഞ്ഞു എന്ന് മഹാനവറുകൾ പറയുകയാണ്. സയ്യിദുൽ ബഖരി തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ സുബ്ഹിക്ക് ശേഷം 3 ദിക്റുകൾ നാം അധികരിപ്പിക്കണം. എല്ലാ ദിവസവും നാം 3 ദിക്റുകൾ അധികരിപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഖാല ബഅദുൽ ആരിഫീൻ, ആരിഫീങ്ങളായ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വഹിയ മുജറബത്തുൽ ലിബസ്തി റിസ്ഖി അല്ലാഹിരി വൽ ബാത്തിനി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകാൻ നമ്മൾ പതിവാക്കേണ്ട ഒരു ദിക്റുകളെക്കുറിച്ച് 3 ദിക്റുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറയുന്ന ഈ ദിക്ർ കുല്ല യൗമിൻ മിഅത മറ, എല്ലാ ദിവസവും 100 തവണ ചൊല്ലണമെന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അതേപോലെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നും സുബ്ഹാനല്ലാഹിൽ അദീം എന്നും അസ്തഗ്ഫിറുല്ലാഹ് എന്നും എല്ലാ ദിവസവും 100 തവണ ചൊല്ലണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മാറ്റങ്ങളുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശഫിയാക്കി തരട്ടെ. ഒരുപാട് മുറാദുകൾ നമ്മൾക്കുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് നൽകട്ടെ. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.